ഹലോ! ഹെൽപ്മീലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ചൊരു നന്ദി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തിയതിൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ടു. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് മെസ്സേജ് ഇട്ടു. കപ്പ ബിരിയാണി കണ്ടിട്ട് കൊതിയായെന്ന് മെസ്സേജ് ഇട്ടു. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തതൊക്കെ കണ്ടിട്ട് വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്നൊരു പ്രതീതി തോന്നി, അല്ലെന്നുണ്ടെങ്കിൽ അവരും ഇതിൽ അറ്റൻഡ് ചെയ്തതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ട് കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ, എൻ്റെ വീഡിയോയ്ക്ക് കാത്തിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിച്ചതാണ് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ്. ഞാൻ നേരത്തെ ഈ അപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയി ഒരേ മാവിൽ 3 തരത്തിലുള്ള അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. ഇത് നമ്മുടെ സാധാ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ഇല്ലേ, ആ അരി തന്നെയാണ്. 2.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് 7 മണിക്കൂറോളം കുതിർത്തതാണ്. അതായത് രാവിലെ ഞാൻ വെള്ളത്തിയിട്ടതാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ടാണ് അരച്ച് വെക്കുന്നത്. ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിനായിരിക്കണം നമുക്ക് തേങ്ങയും എടുക്കേണ്ടത്. 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ അമക്കി 1 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വെറുതെ വാരിയിട്ടാൽ പോരാ, നല്ലതുപോലെ അമക്കി തന്നെ എടുക്കണം. എങ്കിലേ നമ്മുടെ അപ്പം സോഫ്റ്റ് ആകത്തുള്ളൂ, രുചി കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചോറാണ്. നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ കപ്പി കാച്ചുന്നില്ല, അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. ചോറെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ സ്പൂണില്ലേ, സ്പൂണെന്നോ തവിന്നോ എങ്ങനെ വേണേലും പറയാം, അതിന് 2 തവി, കുഞ്ഞി തവിയാണ്, അതിന് 2 തവി ചോറാണ് എടുത്തിരിക്കുന്നത്. അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ആദ്യം ഞാനിത് മാവ് അരച്ചപ്പോൾ ചിന്തിച്ചത്, നമ്മൾ സാധാ ദോശ ചുടത്തില്ലേ തിരിച്ചും മറിച്ചുമിട്ട്, അങ്ങനെ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് ഈ ഒരു കൊച്ചുള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ ലേശം ജീരകം, നമ്മുടെ സാധാ ജീരകം, നല്ല ജീരകം ഇല്ലേ, അതും അരയ്ക്കാറുണ്ട്, അങ്ങനെ ചെയ്തത്. പക്ഷെ മാവ് രാവിലെയാണ് ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റിയത്. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ സെയിം മാവ് തന്നെയാണ് ഞാൻ പാലപ്പം, അതായത് അപ്പച്ചട്ടിയിൽ കറക്കി എടുക്കാറില്ലേ, അതിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വട്ടയപ്പത്തിനും ഈ മാവ് തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എങ്കിൽ ഈ ഇത് ഇടേണ്ട ആവശ്യമില്ല. അതായത് വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ, അതും ഇടേണ്ട ആവശ്യമില്ല. ജീരകം ചേർക്കുന്നുവെങ്കിൽ അതും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഈസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മൾ അരി അരയ്ക്കുമ്പോൾ അതിൽ ചേർത്തരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അപ്പം ചുടുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ചേർത്ത് വെച്ചാലും മതി. അത് നമ്മുടെ ഇഷ്ടം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ്, കാരണം പെട്ടെന്ന് അത് ഫെർമെൻ്റ് ആവുമല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യം തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ നല്ലതുപോലെ അങ്ങ് അരയ്ക്കുന്നില്ല, അതായത് ഭസ്മം പോലെ അങ്ങ് അരയ്ക്കുന്നില്ല, ഒരു 90% അങ്ങനെ തേങ്ങ അരയ്ക്കുന്നുള്ളൂ. അപ്പം സാധാരണ വട്ടയപ്പം, പാലപ്പം ഇതിനൊക്കെ തേങ്ങ നന്നായിട്ട് അരയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം രാത്രിയിൽ അരച്ചപ്പോൾ തീരുമാനിച്ചത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ സാധാ ദോശ ചുടുന്ന കണക്കുള്ള അപ്പം ഉണ്ടല്ലോ, അതിനു വേണ്ടിയായിരുന്നു ഡിസൈഡ് ചെയ്തത്. എങ്കിലും ഈ മാവ് തന്നെയാണ് ഞാൻ ബാക്കിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പോട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം തേങ്ങ അരച്ച് മാറ്റി, അതിനുശേഷം കുറേശ്ശെ ചോറും അരിയും ഇട്ട് കുറച്ച് ഈസ്റ്റ് കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോവരുത്, ഒരു മീഡിയം ലെവൽ മതി. അതിനുശേഷം പഞ്ചസാര, നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ പഞ്ചസാരയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുവാണേ. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടമനുസരിച്ച് യൂസ് ചെയ്യാൻ ഞാൻ വളരെ കുറച്ച്, ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ലേശം ഉപ്പും ചേർത്തിട്ടുണ്ട്. സാധാരണ ഈ അപ്പത്തിന് ഇത്തിരി മധുരം ചേർക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഇവിടെ വലിയ കുഴപ്പമില്ല, മധുരം ഇല്ലെങ്കിലും കറി കൂട്ടി കഴിക്കുന്നതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്തത്. അതിനുശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ രാവിലെ ആദ്യം ചിന്തിച്ചതൊരു മുട്ടക്കറി വെക്കാമെന്നായിരുന്നു. പിന്നെയാണ് തീരുമാനം മാറ്റിയത്. കാരണം കടയിൽ ഉരുളൻകിഴങ്ങ് മേടിച്ചത് കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആവുമ്പോൾ ആ ഉരുളൻകിഴങ്ങ് ഒരു ഞങ്ങൾക്കൊക്കെ ഉള്ളുമല്ലോ, അതുകൊണ്ട് പിന്നെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു എങ്കിൽ ഉള്ള ഉരുളൻകിഴങ്ങിട്ട് കറി വെക്കാമെന്ന്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കറുത്ത് പോവാതിരിക്കാനാണ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർച്ചും പോവും. സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉരുളൻകിഴങ്ങ് കറി വെക്കുന്നത് ഇങ്ങനെ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം. ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. തേങ്ങാപ്പാൽ എടുത്താണ് ചെയ്യുന്നത്. അരമുറി തേങ്ങ ഇല്ല കേട്ടോ.
അപ്പം ആദ്യം ഈ തേങ്ങയ്ക്കകത്ത് ഞാനൊരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ 1-ാം പാല് മാറ്റി അത് നല്ല കട്ടിപ്പാല്. അതിനുശേഷം ആ തേങ്ങയ്ക്കകത്ത് അതിൻ്റെ പിശടുണ്ടല്ലോ അതിനകത്ത് തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും മാറ്റി അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഈ തേങ്ങ അരച്ച് തന്നെ കിഴങ്ങറി വെക്കുന്നവരുണ്ട്. ഞാൻ സാധാരണ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളതുകൊണ്ട് നമ്മുടെ പശുവിൻ പാലുണ്ടല്ലോ ലാസ്റ്റിൽ അതായിരുന്നു ചേർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വിചാരിച്ചുവെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന്. നമ്മുടെ 1-ാം പാല് റെഡിയായി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചെങ്കിൽ കറി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പത്തിൻ്റെ പരിപാടി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പാത്രം ഇച്ചിരി വിശാലമായ പാത്രം തന്നെ വേണം. കാരണം കറി ഞാൻ ചെയ്യുന്നത് നാളത്തേക്കൂടാണ് കേട്ടോ. കാരണം അറിയാമല്ലോ എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് സ്ഥിരമായിട്ടുള്ളവർക്കറിയാം. അപ്പം നാളത്തേക്കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പണി ലാഭമാവും. ഇത് 2-ാം പാലാണ് കേട്ടോ. അത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ എടുത്തതാണ്. ഇപ്പം നമുക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അതിൻ്റെ പൗച്ചൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ജോസാൻ്റെ അടുത്ത് പറഞ്ഞൊന്ന് നോക്കണേന്ന് ഇവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഒന്നുകൂടെ വിശാലമായിട്ട് എനിക്കൊന്ന് സെർച്ച് ചെയ്യണമെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കിഴങ്ങിന് വേണ്ടിയുള്ള പാത്രം വെച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ലേശം കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയുമാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടുന്നുവെങ്കിൽ ചിലപ്പോൾ അത് ഗരം മസാല ഇടേണ്ട ആവശ്യവും വരില്ല. എന്നാൽ വേണമെന്നുള്ളവർക്ക് ലാസ്റ്റിൽ ഇച്ചിരി ചേർക്കാം, അങ്ങനെ മതി. ഇത് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഇച്ചിരിയേ ഉള്ളൂ ഇഞ്ചിയും, ഒരു 2 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടു, പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം. അതൊരു ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് വഴട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച എണ്ണയ്ക്കകത്ത് ഇതൊരു അരഭാഗത്തിൽ കൂടുതൽ നല്ലോണം ഒന്ന് വയളണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. കിഴങ്ങ് ഇങ്ങനെ ഇടാതെ ഒന്ന് പുഴുങ്ങി ഉടച്ച് വേണമെങ്കിലും ചേർക്കാം, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത് കേട്ടോ. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. എന്തേലും പറയാനൊന്നുമില്ല, ഞാൻ ഉറങ്ങുന്ന എടുത്തു. കസേര നേരെ ഇരുന്നില്ല, ഞാൻ കിഴുക്കും. കസേര ഇങ്ങനെ ഇട്ടാലേ ഉറക്കം വരും. ഞാൻ കിഴുക്കും. ഞാൻ കിഴുക്കും. എപ്പോ കസേര ഇരുന്നാലും 2 കാല് പൊക്കിയേ ഇരിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും വന്ന് കിഴുക്കും. കാരണം അത് ക്രമേണ അതിന്റെ കാല് ഒടിയും. ഊന്നല്ല, ആ നല്ല കാറ്റ്. ഹലോ, എപ്പോഴാ വരണ്ടേ? കൊട്ടാരക്കരയാന്നാണോ വരുന്നത്? ഓക്കെ. അപ്പൊ അവിടുന്ന് ഇറങ്ങുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഞാനിപ്പം കഴിച്ചേച്ച് ഉടനെ ഇറങ്ങാം. ഓക്കെ ഓക്കെ. അയ്യോ, കഴിക്കാൻ അടുത്ത് ആയില്ലേ? രാവിലെ വീഡിയോ എടുപ്പായോണ്ടല്ലോ എപ്പോഴേ തിന്നെത്തി കഴിയേണ്ട സമയം കഴിഞ്ഞു. വീഡിയോ എടുക്കുവാന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് 2 മണിക്കൂർ, അല്ലെന്നുണ്ട് അരമണിക്കൂർ. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ എന്തേലും പറ. ഞാൻ കിഴക്കും വീണ്ടും കസേരല്ലേ എങ്ങനെ പൊങ്ങിയിരുന്ന അങ്ങനെയൊക്കെ വരുത്തണം. അങ്ങനെ ഒന്നും നോക്കത്തില്ല, ചുമ്മാ ചിരിക്കാൻ. ഇടയ്ക്കൊക്കെ ഓരോരുത്തർ വീഡിയോയിൽ പറഞ്ഞ് ജോസ്വായി ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല, ഗമ കൂടിയോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്തോ പറയാനുള്ളത്? ഹാപ്പി ന്യൂ ഇയർ. ഞാൻ പോട്ടെ അടുക്കളയിലോട്ടോ. അച്ചാറുകളൊക്കെ എല്ലാരും മേടിക്കുക. പുതുവർഷത്തെ പുതിയ അച്ചാറ്. പിന്നെന്തോ, ഞാൻ പോവാ. വേറെ ഇവിടെ വിശേഷമൊന്നുമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങ് അരഭാഗത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, എരിക്കനുസരിച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകും ചേർക്കാം, അത് മതി. മല്ലിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് 2-ാം പാലുണ്ടല്ലോ എടുത്തു വെച്ചിരിക്കുന്ന ആ 2-ാം പാല്, അത് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടി ചേർക്കാൻ. ഞാൻ ഇത്തിരി ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ കറികൾക്കൊക്കെ പച്ചവെള്ളം ചേർക്കുമ്പോൾ ഒരു പച്ചച്ചവ വരും. അതുകൊണ്ട് ഏത് കറിക്കായാലും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്.
എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഈ അടപ്പ് മാറ്റി നോക്കിയപ്പോൾ ഈ മണ്ട വരെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് കുലുക്കി വെച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതെല്ലാം കൂടെ താണുപോയി. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഫെർമെൻ്റ് ആയേ. അതാ ഞാൻ പറഞ്ഞത്, ഇതിനോടൊപ്പം അരച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുമ്പ് ചേർത്താലും മതി. മറ്റേ ഇൻസ്റ്റൻ്റ് അല്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഈ ചേർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പലരും ഈ രീതിയിൽ ചുടാറുണ്ട്, അതായത് തവി കൊണ്ട് തന്നെ ഒന്ന് ദോശ പോലെ പരത്തി. പക്ഷേ എനിക്കതിനേക്കാളും ഇഷ്ടം നമ്മളല്ലാതെ കറക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമ്മുടെ കറി ഏകദേശം നല്ലതായിട്ട് കഷ്ണങ്ങൾ വെന്തു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇങ്ങനെയുള്ള കറികൾക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് ഇത് കുറച്ച് ഉടച്ച് ചേർക്കുന്നത് നല്ലതാണ്. അത് കിഴങ്ങായാലും കടലയായാലും ഉടയ്ക്കാൻ പറ്റുന്നത് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഉടച്ച് ചേർത്താൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ കൂടെ കറിയുടെ റെഡി ആവുന്നു, ഒരു സൈഡിൽ കൂടെ അപ്പം ചുടുന്നു. ആദ്യത്തേത് മാത്രമേ ഞാനങ്ങനെ സ്പൂൺ വെച്ച് പരത്തിയുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പം ചുടുന്നു എങ്കിലാണ് ഞാൻ പറഞ്ഞത് ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി അവോയ്ഡ് ചെയ്യാം. അല്ലാതെ ബാക്കിയുള്ളത് മാത്രം ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കറി നല്ല പരുവമായിട്ടുണ്ട്. ലാസ്റ്റിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 പാല് ഒഴിച്ച ശേഷം എരി നോക്കിയപ്പോൾ ഇത്തിരി കുറവായിരുന്നത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ചേർത്താൽ കറിയുടെ കളറേ മാറിപ്പോവും. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അടച്ച് വെക്കാം. ഗ്രേവി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓഫ് ചെയ്യാം. കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നമ്മുടെ അപ്പം റെഡിയാവുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതേപോലെ നമ്മുടെ പാനിനകത്ത് ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ മാവ് പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ സാധാ ദോശ തിരിച്ചും മറിച്ചു വിടത്തില്ലേ, അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അടച്ച് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലാതെ അടയ്ക്കാതെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചു വിട്ട് ചെയ്യാം. ഞാൻ ആദ്യത്തെ ഒരെണ്ണമേ അടച്ച് വെച്ച് ചെയ്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തുറന്നു വെച്ച് തന്നെ തിരിച്ചും മറിച്ചു വിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു വശം മാത്രം വേവിച്ച് അടച്ച് വെച്ചെടുക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ദോശ പോലെ എടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിന് നല്ലൊരു കറിയാണ് കേട്ടോ. ഇതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, പച്ച ഗ്രീൻ പീസ്, വട്ടണ എന്ന് പറയും, അത് ചേർക്കാം. നമ്മുടെ അപ്പം എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തിരിച്ചും മറിച്ചും ദോശ പോലെ ഉണ്ടാക്കിയതും അതും നല്ല സോഫ്റ്റ് ആണ്. അത് നമുക്ക് ഇതുപോലെ വേണേൽ ചെയ്യാം. അതെല്ലാം ഞാൻ കുറച്ച് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി ഒന്ന് നല്ല കളർ കണ്ടില്ലേ, മൊരിച്ചെടുത്ത പരുവം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, മൊരിക്കാതെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഈ സെയിം മാവ് കൊണ്ട് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട്. ഇത്തിരി നല്ല ഡീപ്പായിട്ടുള്ള പാത്രമായിരുന്നു കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലുള്ള പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വട്ടപാത്രം, സ്റ്റീൽ പാത്രം ഒക്കെ നമുക്ക് എടുക്കാം. ഏത് പാത്രം എടുത്താലും അത് മുഴുവനായിട്ട് ഒഴിക്കരുത്. അരഭാഗവും ഒരു ഇച്ചിരി കൂടിയേ ഒഴിക്കാവൂ. അതല്ലെന്നുണ്ടെങ്കിൽ പൊന്തി വരുമ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടത്തില്ല. അതനുസരിച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഉൾഭാഗം കൂടുതലുള്ള ഒരു പാത്രമാണേ. അപ്പോൾ ഈ മാവും കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ വേണമെന്നുള്ളവർ ഇത് ട്രൈ ചെയ്ത്, ഞാൻ ഇഡലിപ്പാത്രത്തിൻ്റെ താഴെ ഒരു റിങ്ങി വെച്ചിട്ട്, അതായത് ഇഡലിപ്പാത്രത്തിൻ്റെ തട്ടിൽ ഒരു റിങ്ങി വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ബാക്കി മാവ് നമ്മുടെ പാനിനകത്ത് തന്നെ ദോശ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ സാധാരണ നട്ട്സ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ മാവ് ഒത്തിരി ഒന്ന് ചൂടാവുമ്പോൾ വെച്ച് കൊടുത്താൽ താണു പോകത്തില്ല. അങ്ങനെ പക്ഷെ ഞാൻ വെച്ചപ്പോഴത്തേക്ക് ഇത്തിരി നന്നായിട്ട് അതങ്ങ് സെറ്റായി. അതിൻ്റെ മേളിൽ അത് ഇരിക്കുന്നില്ല. നമ്മൾ ഞെക്കി കൊടുത്താൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല, അത് വേണ്ടാന്ന് വെച്ചു. ആദ്യം ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ സൈഡിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ടു വരുന്നത് കണ്ടോ. എന്നിട്ട് ആ സ്പൂണിൻ്റെ മൂട് ഭാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്നൊന്ന് വിടുവിച്ച് കൊടുത്താൽ മതി, നല്ലതായിട്ട് വരും. നമ്മൾ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് പാത്രത്തിൽ ഞാൻ എണ്ണ പുരട്ടിയായിരുന്നു. ഞാൻ നെയ്യാണ് പുരട്ടിയത്. നെയ്യോ സാധാ ഓയിലോ എന്ത് വേണേലും പുരട്ടാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇളകി വന്നത്, നല്ല ഷേപ്പാണ്. നട്ട്സൂടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ലുക്ക് കിട്ടിയേനെ ഫോട്ടോയ്ക്ക്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് വെക്കേണ്ട ഒരു സമയമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആയിപ്പോയാൽ അത് അതിനകത്ത് ഇത് ഇരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഭയങ്കര
സോഫ്റ്റായിട്ടുള്ള എന്താണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് വട്ടയപ്പം വേണ്ടവർ ഈ മാവിനകത്ത് ട്രൈ ചെയ്ത്, കാരണം നമ്മൾ തേങ്ങ അധികം അരച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇതും ഇങ്ങനെ ചെയ്യുന്നതും ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം, നല്ലതാണ്. എന്താണ് ഭയങ്കരമായിട്ട് കട്ടിയോ അങ്ങനെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള അപ്പത്തിന് പൊതുവേ മധുരം വേണം. ഞാനിട്ട മധുരം തീരെ കുറവായിരുന്നു, അതുകൊണ്ട് മധുരം ചേർത്തണം ഇങ്ങനെ ചെയ്യുന്നവർ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല സ്പോഞ്ചിയാണ്, നല്ലതാണ്. ട്രൈ ചെയ്യേണ്ടവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തുള്ളൂ. അപ്പം നമ്മൾ ഒരേ മാവിൽ തന്നെയാണ് 3 ടൈപ്പ് അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നത്, കപ്പി കാച്ചാതെ. ജോസാനെ അർജൻറ്റായിട്ടൊന്ന് പുറത്തു വിടാൻ ഇടയ്ക്കൊരു ഫോൺ വന്നില്ലേ, അപ്പോൾ പെട്ടെന്ന് ഞാൻ രാവിലെ തീരുമാനിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് 2 പേരൂടെ ഒരുമിച്ചിരുന്നൊക്കെ കഴിക്കാം എന്നുള്ള ചിന്തയോടെയായിരുന്നു. പക്ഷെ നടന്നില്ല, നിന്ന് കഴിച്ചാണ് പോയത്. അപ്പോൾ എനിക്ക് അടുക്കളയിൽ ഞാൻ ഇത് ചുട്ടുകൊണ്ടും ഇരിക്കുന്നു, അതായത് അപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് ദിവസം കഴിക്കുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. ഞാൻ കാണിച്ചായിരുന്നല്ലോ, നല്ല സോഫ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറിയും നമ്മുടെ അപ്പവും ഇഡലിയും ദോശ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു അരമണിക്കൂർ കൊണ്ടെല്ലാം റെഡിയാവും. പക്ഷെ വീഡിയോ എടുക്കുവാണെങ്കിൽ 2-2.5 മണിക്കൂറാവും കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിപ്സ് എടുക്കണം. അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാനിതൊരു 7:30 ആയപ്പോൾ തുടങ്ങിയതാണ് രാവിലെ. ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 10 മണി കഴിഞ്ഞു. അപ്പോൾ 7:30 തുടങ്ങിയാൽ ഒരു 8-8:15 ഇത് റെഡി ആവേണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. സാധാ രീതിയിലാണെങ്കിൽ, വീഡിയോ എടുക്കുന്നില്ല എങ്കിൽ, വീഡിയോ എടുക്കുമ്പോൾ ലഞ്ചായാലും എന്തായാലും നിസ്സാരം ഒരു മുറ്റം തൂക്കുന്നതായാലും വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് 5 മിനിറ്റ് കൊണ്ട് തൂക്കേണ്ടത് മിക്കവാറും അരമണിക്കൂറാവും. കാരണം ക്യാമറ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, കൊണ്ടുവയ്ക്കണം. നമ്മളെ ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കുന്നവരോട് ഭയങ്കര ഒരിതാണ്. കാരണം ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളങ്ങ് ചെയ്താൽ മതി. വീഡിയോ എടുക്കുന്നവരെടുത്തോളുമല്ലോ. ഇവിടെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എടുക്കാൻ ഞാനും ജോസാനും അടിയാണ്. ജോസാൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും നല്ലപോലെ എടുത്തു തരത്തില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ മൊത്തം ജോസാൻ ഏതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ അത് മൊത്തം കട്ട് ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് എടുക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. കാരണം എന്നാൽ ചില കൊച്ചു കുട്ടികൾ പോലും നന്നായിട്ട് എടുക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ചിലർക്ക് ചില കാര്യങ്ങളോട് ഇഷ്ടം കാണില്ല, ചിലർക്ക് ചില കാര്യങ്ങളോട് കൂടുതൽ ഇഷ്ടമായിരിക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് നല്ലതും ഉണ്ടായിരുന്നു, മോശവും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതുപോലെയാണ്. കാരണം ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല എനിക്ക് കഴിഞ്ഞ വർഷം ദോഷമായിട്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാം നല്ലതായിരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നു, മോശം അവസ്ഥകളും ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതാണല്ലോ നമ്മുടെ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. നല്ലതും ഉണ്ടായിരുന്നു, മോശമായിട്ടുള്ളതും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏതൊരവസ്ഥയിലും ദൈവം നടത്തി എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായാലും നല്ലൊരു വർഷമായിരുന്നു. ഈ വർഷവും അതുപോലെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ഒരു വർഷമാവട്ടെ. ഏതവസ്ഥയിലും സന്തോഷത്തോടെ ഇരിക്കാനും അതുപോലെ തന്നെ ദൈവം നമ്മളെ നടത്തും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് പല പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മളിപ്പോഴും ജീവനോടെ ഈ ഭൂമിയിലുണ്ടല്ലോ, അത് തന്നെ വലിയൊരു നേട്ടമല്ലേ. അതുകൊണ്ട് മുമ്പോട്ടുള്ള വർഷവും നമുക്ക് ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏത് വിശ്വാസത്തിലായിക്കോട്ടെ, എല്ലാ വിശ്വാസത്തിലും പ്രാർത്ഥനയുണ്ടല്ലോ, അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. കഴിഞ്ഞ വർഷം ഞാൻ കുറേ വീഡിയോസൊക്കെ വളരെ മാസത്തിൽ 2 വീഡിയോ അല്ലെങ്കിൽ മാസത്തിൽ 1 വീഡിയോ, മാസത്തിൽ 3 വീഡിയോ ഇങ്ങനെയൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഈ വർഷം അതിനൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. എത്രത്തോളം നടക്കുമെന്നറിയില്ല. അതുകൊണ്ട് കഴിവതും ഞാൻ ശ്രമിക്കാം. എങ്കിലും ഞാൻ ഇത്രയൊക്കെ വീഡിയോ കുറച്ചാണ് ഇട്ടതെന്നുണ്ടെങ്കിലും ഇപ്പോഴും എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. വാട്സപ്പിൽ ചിലരുടെ കോണ്ടാക്റ്റ് ഉണ്ട്, അപ്പോൾ എനിക്കറിയാം അവരൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത ചിലർ മെസ്സേജ് ഇടാത്തപ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ അവർക്ക് എന്ത് പറ്റി, കണ്ടില്ല. സ്ഥിരമായിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നവർ
വാട്സപ്പിലും കോണ്ടാക്റ്റ് ഇല്ലാത്തവർ, കമൻറ്റിൽ കൂടി മാത്രം കോണ്ടാക്റ്റ് ഉള്ളവർ കമൻറ്റ് ഇടാത്തപ്പോൾ ഞാൻ ചിന്തിക്കും, അയ്യോ അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. കാരണം കമൻറ്റ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അവർ കാണുന്നുണ്ട്, അവർക്ക് കുഴപ്പമില്ലെന്ന്. അങ്ങനെയുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. നിങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നു. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു നിസ്സാര ഒരു ഹായ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്മൈലി ആയിക്കോട്ടെ, വട്ടവർ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം, നല്ല എല്ലാ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു സന്തോഷമാണ് വായിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നു, അത് നിങ്ങളുടെ മുമ്പിൽ എഡിറ്റ് ചെയ്ത് എത്തിക്കുന്നു, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ആ വീഡിയോ കാണാനായിട്ട് മാറ്റി വെക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാലോ, ബെൻസി സുഖമാണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു സ്മൈലി ആയിക്കോട്ടെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത്രയും നിങ്ങൾ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്നല്ലോ, അപ്രിഷ്യേറ്റ് ചെയ്യുന്നല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് അതിൻ്റെ ഡേറ്റ നമ്മുടെ യൂട്യൂബിൽ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. യൂട്യൂബ് പണ്ടത്തെ യൂട്യൂബല്ല, യൂട്യൂബ് ഇപ്പോൾ പണ്ടത്തെ കൂട്ടൊന്നുമല്ല. പണ്ടൊക്കെ ആണെങ്കിൽ വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ ഇപ്പം ഒരു 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒറ്റയടിക്കാണ് നോട്ടിഫിക്കേഷൻ പോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ആദ്യം കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ പോകും. അത് നിങ്ങൾ കാണുന്നതിൽ ഡിപ്പെൻഡാണ്. അത് ഭൂരിഭാഗം ആൾക്കാർ ആ വീഡിയോ കണ്ടെങ്കിൽ പിന്നെ ഉടനെ അടുത്ത ബാച്ച് നോട്ടിഫിക്കേഷൻ പോകും. അത് നിങ്ങൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നവരത് ഓപ്പൺ ചെയ്തില്ല, കണ്ടില്ല എങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോ ഒന്നും അധികം ആരും കാണുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ അയക്കാതെയാവും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ, എനിക്ക് ക്ലിയർ അറിയില്ല, അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പോൾ യൂട്യൂബ് ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ആർക്കും ചെല്ലുന്നില്ല, ഹോം പേജിൽ വരുന്നില്ല, സജസ്റ്റഡ് വരുന്നില്ല. പുതിയ പുതിയ ചാനലുകളെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്തായിരുന്നു. കാരണം ഒരു മാസം കൊണ്ട് 50,000 60,000 സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. കാരണം അന്നൊന്നും അധികം ചാനലുകളേ ഇല്ലല്ലോ, ബ്യൂട്ടി ടിപ്സ് ഇടുന്ന ചാനലുകളേ ഇല്ല. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്നൊരു കാറ്റഗറിയേ ഇല്ല. അതിന് ശേഷമാണ് ബ്യൂട്ടി വ്ളോഗേഴ്സ്, അതുപോലെ തന്നെ കുക്കിംഗ് വ്ളോഗേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയായിട്ട് വന്നത്. ഞാൻ തുടങ്ങിയ സമയത്ത് വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന ചാനലുകളേ ഉള്ളായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെയുള്ളവരുണ്ട് കേട്ടോ. എനിക്ക് എന്നെ അതിശയമാണ്. കാരണം പലരും എന്നെ വിട്ടേച്ച് പോയി, പലരും പുതിയ പുതിയ ചാനലുകൾ തേടിപ്പോയി. കാരണം നല്ല കാണാൻ ഇമ്പമുള്ള വീഡിയോസ് ആണല്ലോ എല്ലാവർക്കും കാണാൻ താല്പര്യം. എന്നാൽ ഇപ്പോഴും അതൊന്നും ഇല്ലാഞ്ഞിട്ടും എൻ്റെ വിശേഷങ്ങൾ അറിയണം, ഞങ്ങളെങ്ങനെ ജീവിക്കുന്നു, ഞങ്ങളെവിടെ എന്താണ് എന്നൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരിപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ചിലർക്ക് ബോംബെയിലെ വീഡിയോസ് ആയിരുന്നു ഇഷ്ടം, നാട്ടിൽ വന്നേ പിന്നെ കാണാതായവരുണ്ട്. എന്നാൽ പലർക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിലെ വീഡിയോസാണ് ഇഷ്ടം. ഞാൻ നാട്ടിൽ വന്നതിൽ പിന്നെ കാണാൻ തുടങ്ങിയവരുണ്ട്. പല ആൾക്കാരും ഉണ്ട്. എല്ലാവരെയും ഒരുമിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകണം, അതാണ് ഒരു യൂട്യൂബറിൻ്റെ കടമയെന്ന് പറയുന്നത്. അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, ടാറ്റ.